ഹായ് എവരി വൺ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റിൻ്റെ വേറെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. വേറൊരു ടോപ്പിക്കിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇന്ന് പറയാൻ പോകുന്നത് ഡെറിവേറ്റീവ്സ് ഓഫ് ഫങ്ഷൻസ് ഇൻ പാരാമെട്രിക് ഫോംസ്. ഓക്കെ, എന്താ ഈ പാരാമെട്രിക് ഫോംസ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ഈ ടൈപ്പ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇപ്പോൾ സപ്പോസ് y ഈക്വൽ ടു എന്താണ് സൈൻ എക്സോ, അല്ലെങ്കിൽ y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 6ഓ, അല്ലെങ്കിൽ y ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സോ. ഇവിടെ മൊത്തം y ഇൻ ടേംസ് ഓഫ് എക്സിലാണ്. ഇതുവരെ നമ്മൾ പ്രോബ്ലംസ് ചെയ്ത ടൈപ്പ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ y പ്യോർലി ഓൺ എക്സ്, എന്നിട്ട് നമ്മൾ dy/dx കാണുന്നു. ഇതുവരെ നമ്മൾ ചെയ്ത പ്രോബ്ലംസ് ഈ ടൈപ്പിലുള്ള ഫങ്ഷൻസിൻ്റെ പ്രോബ്ലംസ് ആണ്. ഓക്കെ, പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ പാരാമെട്രിക് ഫോം അല്ല. പാരാമെട്രിക് ഫോം എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇത് പാരാമെട്രിക് ഫോം അല്ല. കാരണം y ഈസ് പ്യൂർലി ഓൺ എക്സ്, y ഇൻ ടേംസ് ഓഫ് എക്സ് ഇല്ല. ഇവിടെ y ഈക്വൽ ടു സൈൻ എക്സ് ആണ്. ഇവിടെ y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 6. വെറുതെ ഒരു ഫംഗ്ഷൻ കൊടുത്താട്ടോ, y പ്യൂർലി ഇൻ ടേംസ് ഓഫ് എക്സിലുള്ള കുറച്ച് ഫംഗ്ഷൻ എഴുതി. ഇവിടെ നോക്കിയേ, y ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ഇവിടെയൊക്കെ എന്താണ്, y ഇൻ ടേംസ് ഓഫ് എക്സിലാണ്. ഇത് പാരാമെട്രിക് ഫോം അല്ല. പാരാമെട്രിക് ഫോം എന്ന് പറഞ്ഞാൽ എക്സും വൈയും വേറെ ഒരു വേരിയബിളിൻ്റെ ടേമിൽ പറയുകയാണെങ്കിൽ ആ ടൈപ്പ് ഫങ്ഷൻസ് ആണ്, അല്ലെങ്കിൽ ആ ടൈപ്പ് ഫോംസ് ആണ് പാരാമെട്രിക് ഫോംസ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നോക്കിയേ, എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ, y ഈക്വൽ ടു കോസ് തീറ്റ. ഇവിടെ എക്സ് ഈക്വൽ ടു സൈൻ തീറ്റയാണ്, y ഈക്വൽ ടു കോസ് തീറ്റ. ഇവിടെ എക്സും വൈയും ഒരു വേരിയബിളിൻ്റെ, ഇവിടെ വേരിയബിൾ തീറ്റയാണ്, ആ വേരിയബിളിൻ്റെ ടൈമിലാണ് പറഞ്ഞത് കേട്ടോ. ഇവിടെ തീറ്റയാണെങ്കിൽ എക്സ് ഇൻ ടേംസ് ഓഫ് തീറ്റ, അപ്പോൾ വൈയും ഇൻ ടേംസ് ഓഫ് തീറ്റ ആയിരിക്കണം. എക്സും വൈയും സെയിം വേരിയബിളിൻ്റെ ഫങ്ഷനിൽ പറയുകയാണെങ്കിൽ ആ ഒരു ഫോർമാറ്റിനെ വിളിക്കുന്ന പേരാണ് പാരാമെട്രിക് ഫോം. ഓക്കെ, ഇവിടെ തീറ്റയാണ് വേരിയബിൾ. അപ്പോൾ ഇവിടെ തീറ്റയാണ് വേരിയബിൾ ആയതുകൊണ്ട് എക്സ് ഷുഡ് ബി ഇൻ ടേംസ് ഓഫ് തീറ്റ ആൻഡ് വൈ ഷുഡ് ബി ഇൻ ടേംസ് ഓഫ് തീറ്റ. എക്സും വൈയും സെയിം വേരിയബിളിൻ്റെ ടേമിലായിരിക്കണം. ഓക്കെ, അതാണ് പാരാമെട്രിക് ഫോം എന്ന് പറഞ്ഞാൽ. ഇനി വേറെ വേണൊരു എക്സാമ്പിൾ പറയാൻ നോക്കിയേ. എക്സ് ഈക്വൽ ടു എ ടി സ്ക്വയർ, വൈ ഈക്വൽ ടു 4at ക്യൂബ്. ഇവിടെ മക്കളെ ടി ആണ് മക്കളെ എന്ത് വേരിയബിള്. ഇവിടെ എക്സ് ഇൻ ടേംസ് ഓഫ് ടി, വൈ ഇൻ ടേംസ് ഓഫ് ടി. അപ്പോൾ എക്സും വൈയും വേറെ ഒരു വേരിയബിളിൻ്റെ ടേമിൽ പറയുകയാണെങ്കിൽ ആ ഫോർമാറ്റിനെ വിളിക്കുന്ന പേരാണ് പാരാമെട്രിക് ഫോം എന്ന് പറഞ്ഞാൽ. ഇപ്പം നമുക്ക് പാരാമെട്രിക് ഫോം എന്താണ് എന്ന് മനസ്സിലായി. നമുക്ക് എന്ത് കാണണം മക്കളെ? ഡെറിവേറ്റീവ്സ് ഓഫ് എ ഫങ്ഷൻസ് ഇൻ പാരാമെട്രിക് ഫോം. പാരാമെട്രിക് ഫോമിലുള്ള ഫങ്ഷനുകളുടെ ഡെറിവേറ്റീവ് കാണണം. അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ ഒരു ഹെഡിങ്ങിൻ്റെ ടോട്ടൽ കോൺസെപ്റ്റ് കിട്ടിയില്ലേ? എന്താണ് പാരാമെട്രിക് ഫോം എന്ന് മനസ്സിലായി. പാരാമെട്രിക് ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പാരാമെട്രിക് ഫോം പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ഇതുവരെ പഠിച്ചത് y ഈക്വൽ ടു 4x പ്ലസ് 6ഓ, അല്ലെങ്കിൽ y ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3xഓ. അവിടെയൊക്കെ y ഇൻ ടേംസ് ഓഫ് എക്സിലാണ്. അതാണ് ആക്ച്വൽ ഫംഗ്ഷൻ്റെ ഫോർമാറ്റ്. പക്ഷേ പാരാമെട്രിക് ഫോം എന്ന് പറഞ്ഞാൽ എക്സും വൈയും സെയിം വേരിയബിളിൻ്റെ ടൈമിൽ പറയുകയാണെങ്കിൽ, തീറ്റയാണെങ്കിൽ എക്സും വൈയും ഇൻ ടേംസ് ഓഫ് തീറ്റ, ടി ആണെങ്കിൽ എക്സും വൈയും ഇൻ ടേംസ് ഓഫ് ടി. അങ്ങനെ പറയുകയാണെങ്കിൽ എക്സും വൈയും ഒരു വേരിയബിളിൻ്റെ ടേമിൽ പറയുകയാണെങ്കിൽ ആ പറയപ്പെടുന്ന ഫോർമാറ്റാണ് പാരാമെട്രിക് ഫോം. നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ്സ് കാണണം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോട്ടോ, ഡെറിവേറ്റീവ്സ് കാണണം. അപ്പോൾ പാരാമെട്രിക് ഫോം നമുക്ക് എന്താ മനസ്സിലായി. നമ്മൾ ഡെറിവേറ്റീവ്സ് കാണാൻ പോവാട്ടോ. സപ്പോസ് എക്സ് ഇൻ ടേംസ് ഓഫ് തീറ്റയാണ്. അപ്പോൾ എക്സ് ഇൻ ടേംസ് ഓഫ് തീറ്റ, സൈൻ തീറ്റയോ കോസ് തീറ്റയോ ടാൻ തീറ്റയോ കോട്ട് തീറ്റയോ എന്താണോ എക്സ് ഇൻ ടേംസ് ഓഫ് തീറ്റ. വൈയും ഇൻ ടേംസ് ഓഫ് തീറ്റ ആട്ടോ. വൈയും ഇൻ ടേംസ് ഓഫ് തീറ്റ. എക്സും ഇൻ ടേംസ് ഓഫ് തീറ്റ, വൈയും ഇൻ ടേംസ് ഓഫ് തീറ്റ. എക്സും വൈയും തീറ്റേൻ്റെ വേരിയബിളിൽ പറഞ്ഞിട്ട് നമ്മളോട് dy/dx കാണാൻ പറഞ്ഞാൽ നോക്കിയേ, എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് തീറ്റ, തീറ്റേൻ്റെ ടേമിലാണ് എക്സ് പറഞ്ഞത്. വൈയും എഫ് ഓഫ് തീറ്റ അല്ലെങ്കിൽ വൈ ഓഫ് തീറ്റ, ജി ഓഫ് തീറ്റ, അനദർ ഫംഗ്ഷൻ.
എഫും ജിയും ഫംഗ്ഷൻ ആണ്, ആ ഫംഗ്ഷന്റെ വേരിയബിൾ ആണ് തീറ്റ. അപ്പോൾ എക്സ് സപ്പോസ് എഫ് ഓഫ് തീറ്റ മീൻസ് കോസ് തീറ്റയോ സൈൻ തീറ്റയോ ടാൻ തീറ്റയോ, സപ്പോസ് കോസ് തീറ്റ എന്ന് വിചാരിച്ചോ. ഓക്കെ, ഇനി ജി എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ. അപ്പോൾ എക്സും വൈയും ഇൻ ടേംസ് ഓഫ് തീറ്റയിൽ തന്നിട്ട് എക്സും വൈയും ഇൻ ടേംസ് ഓഫ് തീറ്റയിൽ തന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് കാണാൻ പറഞ്ഞാൽ, നോക്കിയേ, ഡി വൈ ബൈ ഡി എക്സ് കാണാൻ പറഞ്ഞാൽ വൈ ഇൻ ടേംസ് ഓഫ് തീറ്റയാണ്, എക്സും ഇൻ ടേംസ് ഓഫ് തീറ്റ. നോക്കിയേ, ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. എങ്ങനെ ഡി വൈ ബൈ ഡി എക്സ് കിട്ടുക? എക്സും വൈയും ഇൻ ടേംസ് ഓഫ് തീറ്റയിൽ തന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് കാണാൻ പറഞ്ഞാൽ ആ വൈനെ ഇൻ ടേംസ് ഓഫ് തീറ്റയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡി വൈ ബൈ ഡി തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. എക്സിനെയും തീറ്റയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അവൻ്റെ റേഷ്യോ ആണ് എന്ത്? ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ കത്തിയോ? അപ്പോൾ നോക്കിയേ, എക്സും വൈയും ഇൻ ടേംസ് ഓഫ് തീറ്റയിൽ തന്നിട്ട് എക്സും വൈയും ഇൻ ടേംസ് ഓഫ് തീറ്റയിൽ തന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് കാണാൻ പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. ഓക്കെ, ഇനി സപ്പോസ് നോക്കിയേ, ചിലപ്പോൾ തീറ്റ ആയിക്കോണമെന്നില്ല, ടിയോ വേറെ എന്തെങ്കിലുമൊക്കെ തരാം. സപ്പോസ് നോക്കിയേ, എക്സ് ഇൻ ടേംസ് ഓഫ് തീറ്റ, എക്സ് ഇൻ ടേംസ് ഓഫ് തീറ്റ, വൈയും ഇൻ ടേംസ് ഓഫ് തീറ്റ അല്ല, ടി ആക്കാം. തീറ്റ നമ്മൾ പറഞ്ഞില്ലേ, ഇനി ടി ആക്കാം. വൈയും ഇൻ ടേംസ് ഓഫ് ടി, എക്സും വൈയും ഇൻ ടേംസ് ഓഫ് ടിയിൽ തന്നിട്ട് സപ്പോസ് എ ടി സ്ക്വയർ, എക്സ് ഈക്വൽ ടു എ ടി സ്ക്വയർ. നോക്കിയേ, ചിലപ്പോൾ എങ്ങനെ ആവാം, എക്സ് ഈക്വൽ ടു എ ടി സ്ക്വയർ, വൈ ഈക്വൽ ടു 4 എ ടി ക്യൂബ്. ഇവിടെ മക്കൾ അവർ പറയുന്നു ടി ആണ് വേരിയബിൾ എന്ന്. അപ്പോൾ എക്സും വൈയും വേറെ ഒരു വേരിയബിളിൻ്റെ ടേംസിൽ തന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് കാണാൻ പറഞ്ഞാൽ, ശ്രദ്ധിച്ചാട്ടോ, എക്സ് ഇൻ ടേംസ് ഓഫ് തീറ്റ. അപ്പോൾ എക്സിന് ഞാൻ വെറുതെ എഫ് ഓഫ് ടി, ടിയിലുള്ള ഒരു ഫംഗ്ഷൻ. വൈ മക്കൾ എന്താണ്? ജി ഓഫ് ടി, ടിയിലുള്ള അനദർ ഫംഗ്ഷൻ. ഇവിടെ ടി ആണ് വേരിയബിള്, സെയിം വേരിയബിളുള്ള ഡിഫറെൻറ്റ് ഫംഗ്ഷൻ തന്നിട്ട് എക്സും വൈയും ആ ഫംഗ്ഷൻ്റെ ടേമിൽ പറഞ്ഞിട്ട് ഡി വൈ ബൈ ഡി എക്സ് കാണാൻ പറഞ്ഞാൽ, ഇവിടെ ഇൻ ടേംസ് ഓഫ് തീറ്റയിലാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. ഇവിടെ എക്സ് ഇൻ ടേംസ് ഓഫ് ടി, വൈയും ഇൻ ടേംസ് ഓഫ് ടി, ടിയിൽ തന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് കാണാൻ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഡി വൈ ബൈ, ഇവിടെ ഇൻ ടേംസ് ഓഫ് ടി അല്ലേ, അപ്പോൾ ഡി വൈ ബൈ ഡി ടി ഓൾ ഡിവൈഡ് ബൈ എന്താടാ? ഡി എക്സ് ബൈ ഡി ടി ആണ്. ഓക്കെ, നിങ്ങൾ പെട്ടിക്കോളത്തിലാക്കി വെക്കണേ. ഈ രണ്ട് കാര്യം മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇൻ ടേംസ് ഓഫ് തീറ്റയിലാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് കാണാൻ പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. ഇൻ ടേംസ് ഓഫ് ടിയിൽ തന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് കാണാൻ പറഞ്ഞാൽ ഡി വൈ ബൈ ഡി ടി ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. ഈ രണ്ട് കാര്യം പഠിച്ചാൽ മതി, ഈ സെക്ഷനിലുള്ള ഏത് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നമ്മൾ കാര്യം എന്താ പഠിച്ചത്? പാരാമെട്രിക് ഫോം എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചു? പാരാമെട്രിക് ഫോം എന്ന് പറഞ്ഞാൽ എക്സും വൈയും വേറെ ഒരു ഫംഗ്ഷൻ്റെ വേരിയബിളിൽ പറയുകയാണെങ്കിൽ അതാണ് പാരാമെട്രിക് ഫോം എന്ന് പറഞ്ഞാൽ. നമുക്ക് മക്കളെ കാണേണ്ടത് ഡെറിവേറ്റീവ്സ് ഓഫ് എ ഫംഗ്ഷൻസ് ഇൻ പാരാമെട്രിക് ഫോം, ഡെറിവേറ്റീവ്സ് ആണ് കാണേണ്ടത്. അപ്പോൾ എക്സും വൈയും ഇൻ ടേംസ് ഓഫ് തീറ്റയിൽ തന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് കാണാൻ പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. വാട്ട് ഈസ് ഡി വൈ ബൈ ഡി തീറ്റ? വൈനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ പറഞ്ഞാൽ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. അതേപോലെ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. എപ്പോൾ? എക്സും വൈയും ഇൻ ടേംസ് ഓഫ് ടിയിൽ തന്നിട്ട്. അപ്പോൾ ഈ ഡി വൈ ബൈ ഡി ടീൻ്റെ മീനിങ് മക്കൾ പറഞ്ഞ് വൈനെ വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഡി എക്സ് ബൈ ഡി ടിയോ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റേഷ്യോ ഡി വൈ ബൈ ഡി ടി ഓൾ ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി നമുക്ക് എന്ത് കിട്ടും? ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. ഓക്കെ, എനി ഡൗട്ട്? അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ രണ്ട് കാര്യങ്ങളും പഠിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ഏത് പ്രോബ്ലം ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഒന്നും കൂടെ എക്സും വൈയും വേറൊരു ഫംഗ്ഷൻ്റെ വേരിയബിളിൽ പറയുകയാണെങ്കിൽ അതാണ് പാരാമെട്രിക് ഫോം.
എക്സും വൈയും തീറ്റയിൽ തന്നിട്ട് dy/dx കാണാൻ പറഞ്ഞാൽ dy/dx ഈക്വൽ ടു dy/dθ ഡിവൈഡ് ബൈ dx/dθ. അതേപോലെ എക്സും വൈയും ഇൻ ടേംസ് ഓഫ് ടിയിൽ തന്നിട്ട് dy/dx കാണാൻ പറഞ്ഞാൽ dy/dt ഡിവൈഡ് ബൈ dx/dt. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലംസ് 1 by 1 ആയി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെക്ഷനിലുള്ള പ്രോബ്ലംസ് സിമ്പിളായിട്ട് ചെയ്യാൻ പോകട്ടോ. ശ്രദ്ധിക്കണേ, എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലം അവർ പറയുന്നു എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ, വൈ ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ, ദെൻ ഫൈൻഡ് dy/dx. എക്സാമിന് ചോദിക്കും ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ. എക്സ് ഈക്വൽ ടു എ കോസ് തീറ്റ, വൈ ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ, ദെൻ ഫൈൻഡ് dy/dx. ഇവിടെ എക്സും വൈയും ഇൻ ടേംസ് ഓഫ് തീറ്റയിലാട്ടോ, അതായത് തീറ്റയിലാണ് എക്സും വൈയും തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കാണണം? dy/dx കാണണം. അപ്പോൾ എക്സും വൈയും ഇൻ ടേംസ് ഓഫ് തീറ്റയിലാണെങ്കിൽ നമുക്ക് dy/dx എങ്ങനെ കാണാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് dy/dx എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മക്കളെ? dy/dθ. എപ്പോൾ എക്സും വൈയും ഇൻ ടേംസ് ഓഫ് തീറ്റയിലാണെങ്കിൽ dy/dθ ആൾ ഡിവൈഡ് ബൈ എന്താ മക്കളെ? dx/dθ ആണ് എന്ത്? dy/dx എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ഫോർമുല ഇതാണ്. ഇത് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ നോക്കിയേ, എക്സ് ഈക്വൽ ടു എ കോസ് തീറ്റ കേട്ടോ, വൈ ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ. അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു എന്താണ്? എ സൈൻ തീറ്റ. നമുക്ക് എന്താവശ്യമുണ്ട്? dy/dθ ആവശ്യമുണ്ട്, dx/dθ ആവശ്യമുണ്ട്. വൈ ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ dy/dθ കിട്ടും. എപ്പോൾ നമ്മൾ വൈനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ. എങ്ങനെ? dy/dθ പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു തീറ്റ, dx/dθ പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് വൈ ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ ആണ് എന്ന്. അപ്പോൾ നമ്മൾ ഇവനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? dy/dθ കിട്ടും. നോക്കിയേ, ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു തീറ്റ എന്ന മക്കളെ dy/dθ അല്ലേ? ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ആണെങ്കിൽ 1 ആണ്. മറന്നിട്ടില്ലല്ലോ, ഞാൻ ഡെറിവേറ്റീവ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷനിൽ പറഞ്ഞതില്ലായിരുന്നോ? ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1 ആണ്, ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈ 1 ആണ്. ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ? dy/dx അല്ലേ? എടാ, dy/dx എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ? ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ. dx/dy എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. നോക്കിയേ, ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ? ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ മക്കളെ? 1 ആണ്. ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഒക്കെ പറഞ്ഞല്ലേ? ഡെറിവേറ്റീവ് ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് ടു സെഡ് എന്താ മക്കളെ? അതും 1 ആണ്. ഡൗട്ട് ഇല്ലല്ലോ? ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിരുന്നു. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു തീറ്റ എന്ന് പറഞ്ഞാൽ dy/dθ ഇസ് ഈക്വൽ ടു എ ഒരു കോൺസ്റ്റന്റ് ആട്ടോ. നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്താ? കെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ എ ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് പുറത്തെടുക്കാം. എ ഇൻറ്റു എന്താ മക്കളെ? ഡെറിവേറ്റീവ് ഓഫ് സൈൻ തീറ്റ എന്താ മക്കളെ? ഇവിടെ വിത്ത് റെസ്പെക്ട് ടു തീറ്റയാട്ടോ. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് അല്ലേ? അത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ അല്ലേ? എടാ, സിംപിളി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. നമ്മൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ കൊണ്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ തീറ്റ വിത്ത് റെസ്പെക്ട് ടു തീറ്റ എന്താ മക്കളെ? അത് പറഞ്ഞാൽ കോസ് തീറ്റ അല്ലേ? അല്ലേ? നോക്കിയേ, d/dx ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കോസ് എക്സ് ആണ്. അപ്പോൾ d/dθ ഓഫ് കോസ് തീറ്റ, ഇവിടെ എക്സ് ആണ്, ഇവിടെ എക്സിന് പകരം തീറ്റയാണ് വേരിയബിൾ. അപ്പോൾ d/dθ ഓഫ് കോസ് തീറ്റ എന്താ? ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ്. ഇവിടെ എക്സിന് പകരം എന്തായി? തീറ്റയായി. ആ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ തീറ്റ വിത്ത് റെസ്പെക്ട് ടു തീറ്റ എന്താ മക്കളെ? കോസ് തീറ്റ അല്ലേ? സംശയം ഉണ്ടോ? ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലിസൺ ഹിയർ.
എ ഇൻറ്റു അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു തീറ്റ പറഞ്ഞാൽ ഡി വൈ ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു എ ഒരു കോൺസ്റ്റൻ്റ് എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ തീറ്റ മക്കൾ എന്താടാ കോസ് തീറ്റ അല്ലേ, അത് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി മക്കളെ, ഡി വൈ ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ എന്ന് കിട്ടിയിട്ടുണ്ട്. സംശയമുണ്ടോ? ഇല്ല. ഓക്കെ, അതുപോലെ മക്കൾ എന്ത് കൂടെ കാണണം, ഡി എക്സ് ബൈ ഡി തീറ്റ കൂടെ കാണണം. അപ്പോൾ നമ്മളെ കയ്യിൽ എന്തുണ്ട്, എക്സ് ഇസ് ഈക്വൽ ടു എന്തുണ്ട്, എ കോസ് തീറ്റ ഉണ്ട്, എ കോസ് തീറ്റ. നമുക്ക് എന്ത് കാണണം, ഡി എക്സ് ബൈ ഡി തീറ്റ കാണണം. ഡി എക്സ് ബൈ ഡി തീറ്റ കാണണമെങ്കിൽ ഇവനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ മതി. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ എന്ന് പറഞ്ഞാൽ ഡി എക്സ് ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു എ ഒരു കോൺസ്റ്റൻ്റാ പുറത്തെടുത്തു, എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ എന്താ മക്കളെ, മൈനസ് സൈൻ തീറ്റ അല്ലേ. സംശയം ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് കിട്ടി, ഡി എക്സ് ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ എന്താ മക്കളെ, മൈനസ് എ സൈൻ തീറ്റ. സംശയമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി തീറ്റ കിട്ടി, ഡി എക്സ് ബൈ ഡി തീറ്റ കിട്ടി. അത് രണ്ടുമാണ് കിട്ടേണ്ടത്, അത് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് കാണാം, ഡി വൈ ബൈ ഡി എക്സ് കാണാം, അതാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി തീറ്റ ഓൾ ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റയാണ്. വാട്ട് ഈസ് ഡി വൈ ബൈ ഡി തീറ്റ? ഡി വൈ ബൈ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലുണ്ട് എ കോസ് തീറ്റ ഓൾ ഡിവൈഡ് ബൈ വാട്ട് ഈസ് ഡി എക്സ് ബൈ ഡി തീറ്റ? ഡി എക്സ് ബൈ ഡി തീറ്റ പറഞ്ഞാൽ മൈനസ് എ സൈൻ തീറ്റ അല്ലേ, മൈനസ് എ സൈൻ തീറ്റയാണ്. എയും എയും പരസ്പരം കട്ടായിപ്പോയി ബാക്കി എന്താ ഉണ്ടാവുക, കോസ് തീറ്റ ഡിവൈഡ് ബൈ മൈനസ് സൈൻ തീറ്റ ഉണ്ടാവും. ഓക്കെ, കോസ് തീറ്റ ഡിവൈഡ് ബൈ മൈനസ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ബൈ മൈനസ് സൈൻ തീറ്റ മക്കൾ എന്താ, മൈനസ് കോട്ട് തീറ്റ ഈസ് ദ ആൻസർ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ത് കിട്ടിയടാ, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് എ കോട്ട് തീറ്റ എന്ന ആൻസർ കിട്ടി. സംശയം ഉണ്ടോ? പക്കയല്ലേ? ഡൗട്ടുകളൊന്നുമില്ലല്ലോ? എളുപ്പമല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തു. നമ്മൾ വഴിയെ പ്രോബ്ലംസ് ചെയ്തിങ്ങനെ പോകുന്നു കേട്ടോ. എ ടു സെഡ് വരെ ക്ലിയർ ആവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലം അവർ പറയുന്നു എന്താ വെച്ചാൽ എക്സ് ഇസ് ഈക്വൽ ടു എ ടി സ്ക്വയർ എന്ന് പറയുന്നു, വൈ ഇസ് ഈക്വൽ ടു 2at എന്ന് പറഞ്ഞു. എന്നിട്ട് നമുക്ക് എന്ത് കാണണം, ഡി വൈ ബൈ ഡി എക്സ് കാണാൻ പറഞ്ഞു കേട്ടോ. എക്സ് ഈക്വൽ ടു എ ടി സ്ക്വയർ, വൈ ഇസ് ഈക്വൽ ടു 2at, ദെൻ ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. ഇവിടെ എക്സും വൈയും ഇൻ ടേംസ് ഓഫ് ടിയിലാട്ടോ. അപ്പോൾ എക്സും വൈയും ഇൻ ടേംസ് ഓഫ് ടിയിൽ തന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് കാണാൻ പറഞ്ഞാൽ നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്, ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ഡി വൈ ബൈ ഡി ടി ഓൾ ഡിവൈഡ് ബൈ എന്താണ്, ഡി എക്സ് ബൈ ഡി ടി ആണ് നമ്മൾ പഠിച്ച ഇക്വേഷന്. നമ്മൾ ഇത് വെച്ച് സിമ്പിളായിട്ട് ആൻസർ കാണും. ഓക്കെ, അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് കാണണം. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി ടി ഓൾ ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ആണ്. അതായത് വൈനെ വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അവൻ്റെ റേഷ്യോ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. സംശയമൊന്നുമില്ലല്ലോ. അപ്പം നമുക്ക് ഡി വൈ ബൈ ഡി ടിയും ഡി എക്സ് ബൈ ഡി ടിയും കാണണം. അവർ പറഞ്ഞിട്ടുണ്ട് വൈ ഈക്വൽ ടു എന്താണ്, 2at ആണ് എന്ന്. അപ്പോൾ ഇവനിൽ നിന്ന് ഡി വൈ ബൈ ഡി ടി കിട്ടണമെങ്കിൽ ഇവനെ വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി ടി ആണ്, ഇസ് ഈക്വൽ ടു ഈ 2a ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 2a ഇൻറ്റു പിന്നെന്താ ഉണ്ടാവുക, ടി അല്ലേ ഉള്ളൂ. നോക്കിയ ഡെറിവേറ്റീവ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ടി എന്താ, അത് മക്കളെ 1 അല്ലേ. ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1 ആണ്. ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈ 1 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഡെറിവേറ്റീവ് ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് ടു സെഡ് 1 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതേപോലെ മക്കളെ ഡെറിവേറ്റീവ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ടി 1 ആകൂലേ? സംശയം ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്താ മക്കൾ പറഞ്ഞ്, ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു 2a ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2a അല്ലേ. ഇതാണ് മക്കളെ ഡി വൈ ബൈ ഡി ടി. അപ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി ടി കിട്ടി. എന്ത് പാടെ വേണം, ഡി എക്സ് ബൈ ഡി ടി പാടെ വേണം. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി പാടെ വേണം. അതിന് മക്കളെ എക്സ് അവർ പറഞ്ഞിട്ടുണ്ട്, എക്സ് ഈക്വൽ ടു എന്താണ്, എ ടി സ്ക്വയർ എന്ന് അല്ലേ. അപ്പോൾ ഇവനെ വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എ ഒരു കോൺസ്റ്റൻ്റ് ആണ്, എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടി സ്ക്വയർ എന്താ മക്കളെ, ഡെറിവേറ്റീവ് ഓഫ് ടി സ്ക്വയർ 2t അല്ലേ വിത്ത് റെസ്പെക്ട് ടു ടി ആവുമ്പോൾ. സംശയമില്ലല്ലോ.
അപ്പം എന്താ മക്കൾ പറഞ്ഞേ dx/dt is equal to ആൻസർ എന്താ മക്കളെ 2at അല്ലേ. a into 2t പറഞ്ഞാൽ 2at ആണ്. അപ്പം നമുക്ക് കിട്ടേണ്ട ക്വാണ്ടിറ്റികൾ dy/dt യും dx/dt യും ആണ്. dy/dt കിട്ടിയിട്ടുണ്ട്, dx/dt യും കിട്ടിയിട്ടുണ്ട്. അവൻ്റെ റേഷ്യോ കണ്ട നമുക്ക് എന്ത് കിട്ടും? dy/dx കിട്ടും. അപ്പോൾ dy/dx is equal to എന്താണ്? dy/dt all divided by എന്താണ്? dx/dt ആണ്. അപ്പോൾ dy/dx is equal to what is dy/dt? dy/dt എന്ന് പറഞ്ഞ മക്കളെ 2a divided by what is dx/dt? dx/dt means മക്കളെ 2at അല്ലേ. ഈ 2a പരസ്പരം കട്ടായാൽ എന്ത് കിട്ടി മക്കളെ? 1/t ആവൂലേ, 1/t കിട്ടൂലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? dy/dx ഈക്വൽ ടു എന്താടാ? 1/t എന്ന് കിട്ടിയിട്ടുണ്ട്. എളുപ്പല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് പ്രോബ്ലം അവരെ പറയുന്നത് എങ്ങനെയാണ്? എക്സ് ഇസ് ഈക്വൽ ടു a into theta plus sin theta, y is equal to a into 1 minus cos theta, 1 minus cos theta, then find dy/dx. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ എന്താടാ? x equal to a into theta plus sin theta, y is equal to a into 1 minus cos theta, then find dy/dx. എക്സും വൈയും ഇൻ ടേംസ് ഓഫ് തീറ്റ അല്ലേ? എക്സും വൈയും ഇൻ ടേംസ് ഓഫ് തീറ്റയിൽ തന്നിട്ട് dy/dx കാണാൻ പറഞ്ഞു. ചെയ്യൂലേ? ഓക്കെ, നമുക്ക് ചെയ്യാം. നമുക്കറിയാം dy/dx എന്ന് പറഞ്ഞാൽ dy/dθ ഓൾ ഡിവൈഡ് ബൈ dx/dθ ആണ് അല്ലേ? നമുക്ക് dy/dθ dx/dθ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ y ഉണ്ട് കേട്ടോ. y is equal to എന്താടാ? a into 1 minus cos theta അവർ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യട്ടെ എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ y is equal to എന്താ? a into 1 എന്ന് പറഞ്ഞാൽ a ആണ്. a into minus cos theta പറഞ്ഞാൽ മൈനസ് a cos theta. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണണം? dy/dθ കാണണം. അപ്പോൾ ഇവനിൽ നിന്ന് dy/dθ കിട്ടണമെങ്കിൽ ഇവനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു തീറ്റ പറഞ്ഞാൽ dy/dθ ആണ്. ഇസ് ഈക്വൽ ടു a ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻറ്റ് 0 ആയി കാരണം. പിന്നെ മൈനസ് എ ഒരു കോൺസ്റ്റൻ്റ്, ആ മൈനസ് എ എഴുതി. പിന്നെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്താ? കെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് അല്ലേ? അപ്പോൾ ഇവിടെ അതേ മോഡലാണ്, കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് മോഡലാണ്. കെക്ക് പകരം മൈനസ് എ, എഫ് ഓഫ് എക്സിന് പകരം കോസ് തീറ്റ, ആ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ നോക്കിയേ, മൈനസ് എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ എന്താ മക്കളെ? മൈനസ് സൈൻ തീറ്റ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പം എന്താ നോക്കിയേ, dy/dθ ഇസ് ഈക്വൽ ടു മൈനസും മൈനസും പ്ലസ് ആവൂലേ? അപ്പം എന്താ ഉണ്ടാവുക? a സൈൻ തീറ്റ കിട്ടും. dy/dθ എന്ത് കിട്ടിയിട്ടുണ്ട്? a സൈൻ തീറ്റ കിട്ടിയിട്ടുണ്ട്. ഇനി അതേപോലെ മക്കളെ എന്തും പാടെ കാണണം? നോക്കിയേ, dx/dθയും കൂടെ കാണണം. അത് നമ്മളെ കയ്യിലുള്ള ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എന്താ മക്കളെ? a ഇൻറ്റു തീറ്റ പ്ലസ് സൈൻ തീറ്റയാണ്. ഓക്കെ, എളുപ്പത്തിന് വേണ്ടി ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്താ മക്കളെ? a തീറ്റ പ്ലസ് a സൈൻ തീറ്റ, a തീറ്റ പ്ലസ് a സൈൻ തീറ്റ. ഓക്കെ, നമുക്ക് എന്ത് കിട്ടണം? dx/dθ കിട്ടണം. എക്സ് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ഇവനിൽ നിന്ന് എന്ത് കണ്ടാൽ മതി? ഇവനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പോരെ. അപ്പോൾ എന്ത് കിട്ടും? ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ എന്താ? dx/dθ ഇസ് ഈക്വൽ ടു മക്കളെ എ ഒരു കോൺസ്റ്റൻ്റാ, എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് തീറ്റ വിത്ത് റെസ്പെക്ട് ടു തീറ്റ അല്ലേ? അത് മക്കളെ 1 അല്ലേടാ? ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1 ആണ്. ഇവിടെ തീറ്റയാണ്, നമ്മൾ വിത്ത് റെസ്പെക്ട് ടു തീറ്റ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് തീറ്റ വിത്ത് റെസ്പെക്ട് ടു തീറ്റ എന്തായിരിക്കും? 1 ആയിരിക്കും. സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, പ്ലസ് എ ഒരു കോൺസ്റ്റൻ്റ്, എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ തീറ്റ എന്താ മക്കളെ? കോസ് തീറ്റ അല്ലേ? വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആവുമ്പോൾ കോസ് തീറ്റയാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോട്ടോ, dx/dθ ഇസ് ഈക്വൽ ടു a ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ a പ്ലസ് എന്താ മക്കളെ? a ഇൻറ്റു കോസ് തീറ്റ, a കോസ് തീറ്റയാണ്. ഓക്കെ, ഇവിടെ a കോമൺ അല്ലേ? അപ്പോൾ dx/dθ ഇസ് ഈക്വൽ ടു a കോമൺ പുറത്തെടുത്ത ബാക്കി എന്താ ഉണ്ടാവുക? a ഇൻറ്റു 1 പ്ലസ് a കോമൺ എടുത്ത a ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ അല്ലേ?
ഓക്കെ, അപ്പോൾ ഡി എക്സ് ബൈ ഡി തീറ്റ ഡി വൈ ബൈ ഡി തീറ്റ വേണം. ഡി എക്സ് ബൈ ഡി തീറ്റ കിട്ടിയിട്ടുണ്ട്, ഡി വൈ ബൈ ഡി തീറ്റ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് കാണണം? ഡി വൈ ബൈ ഡി എക്സ് കാണണം. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഡി വൈ ബൈ ഡി തീറ്റ ഓൾ ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ ഇവനിൽ സബ് ചെയ്യുന്നു. ഡി വൈ ബൈ ഡി തീറ്റേൻ്റെ വാല്യൂയും ഡി എക്സ് ബൈ ഡി തീറ്റേൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താ കിട്ടും നോക്കിയേ, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വാട്ട് ഈസ് ഡി വൈ ബൈ ഡി തീറ്റ? ഡി വൈ ബൈ ഡി തീറ്റ പറഞ്ഞാൽ എ സൈൻ തീറ്റ അല്ലേ? അപ്പോൾ എ സൈൻ തീറ്റ ഡിവൈഡ് ബൈ വാട്ട് ഈസ് ഡി എക്സ് ബൈ ഡി തീറ്റ? ഡി എക്സ് ബൈ ഡി തീറ്റ പറഞ്ഞാൽ എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ അല്ലേ? എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. എയും പരസ്പരം കട്ടായാൽ നോക്കിയേ, ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് തീറ്റ. ഓക്കെ, ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ 3 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇവനെ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലേക്ക് ആക്കി മാറ്റണം. 1 മാർക്കോ 1.5 മാർക്കോ 2 മാർക്കോ ഉണ്ടെങ്കിൽ നമ്മൾ ഇത്ര എഴുതിയാൽ മതി. ഓക്കെ, എന്നാൽ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോം ആക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലേക്കാക്കി മാറ്റുന്ന പേപ്പർ നോക്കുന്ന ആൾ ഇംപ്രസ്ഡ് ആയിപ്പോവും. ഓക്കെ, എടാ സൈൻ തീറ്റ എന്ന് പറഞ്ഞാലേ നമുക്കറിയാം സൈൻ 2x എന്താ? സൈൻ 2x എന്ന് പറഞ്ഞാൽ 2 സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് അല്ലേ? സൈനിൻ്റെ കൂടെ എന്താണോ വരുന്നത് അതിൻ്റെ പകുതി 2xൻ്റെ പകുതി എക്സ് അല്ലേ? അതാണ് ഈക്വൽ ടുവിൻ്റെ റൈറ്റിൽ സൈനിൻ്റെയും കോസിൻ്റെയും കൂടെ വരുന്നത്. നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാലേ നോക്കിയേ, സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ സൈനിൻ്റെ കൂടെ തീറ്റ അല്ലേ? അപ്പോൾ ഈക്വൽ ടുവിൻ്റെ റൈറ്റിൽ ഇതേപോലെ തീറ്റേൻ്റെ പകുതിയായ തീറ്റ ബൈ 2 ഉണ്ടാവുക. അപ്പോൾ എന്തുണ്ടാവുക? 2 സൈൻ 2x ആയപ്പോൾ അതിൻ്റെ പകുതി എക്സ്, തീറ്റ ആയപ്പോൾ അതിൻ്റെ പകുതി എന്താ? തീറ്റ ബൈ 2 ഇൻറ്റു കോസ് തീറ്റ ബൈ 2. ഇനി ഡൗട്ട് ഇല്ല? ഇനി മക്കളെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് ഒരുപാട് തവണ. വാട്ട് ഈസ് 1 പ്ലസ് കോസ് തീറ്റ? 1 പ്ലസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 ആ. അറിയാത്തവരുണ്ടെങ്കിൽ പെട്ടിക്കോളത്തിലാക്കി വെച്ചോ. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇൻറ്റഗ്രേഷനിലൊക്കെ ഒരുപാട് ആവശ്യമുണ്ട് കേട്ടോ. 1 പ്ലസ് കോസ് തീറ്റ പറഞ്ഞാൽ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. ഞാൻ ഇൻവേഴ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, എന്നിരുന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചോ. 1 പ്ലസ് കോസ് തീറ്റ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. അപ്പോൾ എന്താ മക്കളെ? ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ ഞാൻ ഇവനെ മാറ്റാൻ പോവാട്ടോ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വാട്ട് ഈസ് സൈൻ തീറ്റ? സൈൻ തീറ്റ പറഞ്ഞാൽ 2 സൈൻ തീറ്റ ബൈ 2 ഇൻറ്റു 2 സൈൻ തീറ്റ ബൈ 2 ഇൻറ്റു കോസ് തീറ്റ ബൈ 2 ഓൾ ഡിവൈഡ് ബൈ വാട്ട് ഈസ് 1 പ്ലസ് കോസ് തീറ്റ? 1 പ്ലസ് കോസ് തീറ്റ പറഞ്ഞാൽ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 ആണ്. ഈ 2ഉം കട്ട് ചെയ്തൂടെ? ഈ കോസ് തീറ്റ ബൈ 2ഉം കോസ് സ്ക്വയർ തീറ്റ ബൈ 2ലെ ഒരു കോസ് തീറ്റ ബൈ 2ഉം കട്ട് ചെയ്തൂടെ? ബാക്കി എന്തുണ്ടാവുക? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മേലെ ഒരു സൈൻ തീറ്റ ബൈ 2 ബാക്കിയുണ്ട്, താഴെ എന്തുണ്ട് മക്കളെ? ഒരു കോസ് തീറ്റ ബൈ 2 ബാക്കിയുണ്ട്. അപ്പോൾ സൈൻ തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ ബൈ 2 മക്കളെ ടാൻ തീറ്റ ബൈ 2 ഈസ് ദ ആൻസർ. സോ സിമ്പിൾ അല്ലേ? അവിടെ 3 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലേക്കാക്കി മാറ്റണം. ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലേക്കാക്കി മാറ്റാൻ ശ്രമിക്കുക. 2 മാർക്കുള്ളെങ്കിലും ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലേക്കാക്കി മാറ്റാൻ ശ്രമിക്കട്ടോ. ഓക്കെ, സിംപ്ലിഫൈഡ് ഫോമിലേക്കാക്കി മാറ്റാൻ ശ്രമിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത്? ഈ കൺവേർഷൻസ് ഒക്കെ അറിയണം, ഇക്വേഷൻസ് നിർബന്ധമായിട്ടും അറിയണം. എന്നിരുന്നാലും നമുക്ക് കാൽക്കുലസ് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാട്ടോ. നെക്സ്റ്റ് പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്, അത്യാവശ്യം ലെങ്തി ആട്ടോ. എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ എക്സാമിന് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അവർ പറയുന്നത് ചോദിച്ചാൽ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് ടി പ്ലസ് ലോഗ് ഓഫ് ടാൻ ടി ബൈ 2, ലോഗ് ഓഫ് ടാൻ ടി ബൈ 2 ആൻഡ് വൈ ഇസ് ഈക്വൽ ടു എ സൈൻ ടി. വൈ ഇസ് ഈക്വൽ ടു എ സൈൻ ടി. Then show that dy by dx is equal to tan t എന്ന് പ്രൂവ് ചെയ്യണം. dy by dx equal to tan t എന്ന് പ്രൂവ് ചെയ്യണം. അവർ പറയുന്നു നോക്കിയേ, x equal to a ഇൻറ്റു കോസ് ടി പ്ലസ് എന്താ ലോഗ് tan t ബൈ 2, y is equal to a sin t. അങ്ങനെയെങ്കിൽ dy by dx equal to tan t ബൈ 2 എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോ.
ശരിക്കും ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. നമുക്ക് dy/dx കാണണം. ഓക്കെ, നമുക്ക് എന്താ കാണേണ്ടത്? dy/dx ആണ് കാണേണ്ടത്. dy/dx എന്ന് പറഞ്ഞാൽ എക്സും വൈയും ഇൻ ടേംസ് ഓഫ് ടി ആ. എക്സും വൈയും ഇൻ ടേംസ് ഓഫ് ടിയിൽ തന്നിട്ട് dy/dx കാണാൻ പറഞ്ഞാൽ dy/dt ഓൾ ഡിവൈഡ് ബൈ എന്താണ്? dx/dt. ഇതാണ് നമ്മളെ ഫണ്ടമെന്റൽ റിസൾട്ട്. ഇതുവഴി നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നു. ഓക്കെ, നമുക്ക് dy/dt ആവശ്യമുണ്ട്. അതിന് അവരെ പറഞ്ഞിട്ടുണ്ട് y is equal to a sin t ആണ് എന്ന്. അപ്പോൾ ഇവനെ വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറഞ്ഞാൽ dy/dt is equal to a ഒരു കോൺസ്റ്റൻ്റാ, a ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ ടി എന്താ മക്കളെ? കോസ് ടി തന്നെ. സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ dy/dt is equal to a ഇൻറ്റു കോസ് ടി എന്ന് പറഞ്ഞാൽ a കോസ് ടി ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്തും പാട് ആവശ്യമുണ്ട്? ഇപ്പോൾ dy/dt കിട്ടി കേട്ടോ. ഇനി dx/dt പാട് ആവശ്യമുണ്ട്. dx/dt നമ്മൾ കാണാൻ പോകുന്നു. അത് നമ്മളെ കയ്യിലുള്ള ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ x is equal to a ഇൻറ്റു കോസ് ടി പ്ലസ് ലോഗ് ടാൻ t/2 ആണ് നമ്മുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റി അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാണണം? dx/dt കാണണം. സംശയം ഉണ്ടോ? ഇല്ല. ഞാനേ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി എളുപ്പത്തിന് വേണ്ടിട്ടോ. x is equal to a cos t plus a ഇൻറ്റു ലോഗ് ടാൻ t/2. ഓക്കെ, ലോഗ് ടാൻ t/2. എന്താ ആവശ്യമുള്ളത്? dx/dt അല്ല ആവശ്യമുള്ളത്, x കിട്ടിയില്ലേ? അപ്പോൾ ഇവനിൽ നിന്ന് എന്ത് കാണണം? dx/dt കാണണം. എങ്ങനെ കിട്ടുക? വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പോരെ അല്ലേ? അപ്പോൾ ചെയ്യാം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടി എന്താ? dx/dt is equal to a ഒരു കോൺസ്റ്റൻ്റാ, a ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ്റ്റ് എന്താ മക്കളെ? മൈനസ് സൈൻ ടി. സംശയമില്ലല്ലോ. പ്ലസ് a ഒരു കോൺസ്റ്റൻ്റാ, a ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് ഓഫ് ടാൻ t/2 എന്താ മക്കളെ? ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ 1/x. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് ടി വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറഞ്ഞാൽ 1/t. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് വിത്ത് റെസ്പെക്ട് എക്സ് 1/x ആണ്. അതേപോലെ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് ടി വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറഞ്ഞാൽ 1/t ആ. ഇവിടെ മക്കളെ ടിക്ക് പകരം എന്താ? ടാൻ t/2 അല്ലേ? നോക്കിയേ, എക്സിന് പകരം എന്താണോ വന്നത് അവൻ്റെ ഡെറിവേറ്റീവ് ഇൻഡു ചെയ്യണ്ടേ? ഇവിടെ എക്സിന് പകരം ഇൻ ടേംസ് ഓഫ് ടിയിലാണ്. അപ്പം അതേപോലെ ടിക്ക് പകരം എന്താണോ വന്നത് അവൻ്റെ ഡെറിവേറ്റീവ് ഇൻഡു ചെയ്യണം. അവിടെ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് എക്സിലായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ പഠിച്ചു. എങ്ങനെ? എക്സിന് പകരം എന്താണോ വന്നത് അവൻ്റെ ഡെറിവേറ്റീവ് ഇൻഡു ചെയ്യണം. ഇവിടെ എക്സിന് പകരം ടി ആണ്. അപ്പം അതേപോലെ ടിക്ക് പകരം എന്താണോ വന്നത് അവൻ്റെ ഡെറിവേറ്റീവ് ഇൻഡു ചെയ്യണം. അതൊരു കോൺസെപ്റ്റ് കേട്ടോ. അപ്പോൾ a ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് ഓഫ് ടാൻ t/2. ഇത് ലോഗ് ടി മോഡലാണ്. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് ടി എന്ന് പറഞ്ഞാൽ 1/t ആ. അപ്പോൾ ലോഗ് ഓഫ് ടാൻ t/2 എന്താ? 1/tan t/2 ഇൻറ്റു എന്താ മക്കളെ? ഡെറിവേറ്റീവ് ഓഫ് എന്താ മക്കളെ? ടാൻ t/2. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടി ആട്ടോ. കാരണം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ് ചെയ്യാൻ പോകുന്നത്. ടിക്ക് പകരം എന്താണോ വന്നത് അവൻ്റെ ഡെറിവേറ്റീവ് ഇൻഡു ചെയ്യണം. സംശയമില്ലല്ലോ. അപ്പം എന്താ മക്കൾ പറഞ്ഞേ? dx/dt is equal to a ഇൻറ്റു മൈനസ് സൈൻ ടി പറഞ്ഞാൽ മൈനസ് a സൈൻ ടി പ്ലസ് a ഇൻറ്റു 1 a താഴെ എന്തുണ്ട്? ടാൻ t/2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടാൻ t/2 എന്താ മക്കളെ? ഡെറിവേറ്റീവ് ഓഫ് ടാൻ എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ അല്ലേ? ടാൻ എക്സ് സീക്ക് സ്ക്വയർ. അപ്പോൾ ടാൻ ടി എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ ടി. ഇവിടെ വീണ്ടും മക്കളെ ടാൻ ടിയാ വേണ്ടിയിരുന്നത്, പക്ഷേ ടിക്ക് പകരം t/2 അല്ലേ? സംശയം ഉണ്ടോ? ഇല്ല. അപ്പം എന്താ? ഡെറിവേറ്റീവ് ഓഫ് ടാൻ t/2 എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ t/2 ഇൻറ്റു ടിക്ക് പകരം എന്താണോ വന്നത് അവൻ്റെ ഡെറിവേറ്റീവ് വീണ്ടും ഇൻറ്റു ചെയ്യണ്ടേ? ടിക്ക് പകരം t/2 ആ. ഡെറിവേറ്റീവ് ഓഫ് t/2 എന്താ മക്കളെ? 1/2 അല്ലേ? സംശയം ഉണ്ടോ? നോക്കിയേ, ഡെറിവേറ്റീവ് ഓഫ് t/2 എന്ന് പറഞ്ഞാൽ നോക്കിയേ 1/2 കോൺസ്റ്റന്റ് പുറത്തെടുത്തു. ബാക്കി എന്താ? ടി അല്ലേ ഉണ്ടാവുക? ഡെറിവേറ്റീവ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ടി എന്താ മക്കളെ? 1 അല്ലേ? എടാ 1/2 പുറത്തെടുത്തു. ഈ t/2 പറഞ്ഞാൽ 1/2 ഇൻറ്റു ടി അല്ലേ? അതല്ലേ t/2 ഉണ്ടാവുക. അപ്പോൾ
1/2 പുറത്തെടുത്താൽ പിന്നെ ഡെറിവേറ്റീവ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ടി എന്താ മക്കളെ 1 അല്ലേ, സംശയമില്ലല്ലോ. അപ്പോൾ എന്തായി നോക്കിയേ, ഡെറിവേറ്റീവ് ഓഫ് ടാൻ t/2 പറഞ്ഞാൽ 6² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് t/2 ഉണ്ടാവും. ഞാൻ പ്രത്യേകം സ്റ്റെപ്പായി എഴുതുന്നില്ല. ഡെറിവേറ്റീവ് ഓഫ് t/2 പറഞ്ഞാൽ 1/2 ആണ്. സംശയമൊന്നുമില്ലല്ലോ, ഇല്ല. അപ്പോൾ എന്തായി മക്കൾ പറഞ്ഞേ, dx/dt ഈക്വൽ ടു നോക്കിയേ മൈനസ് എ സൈൻ ടി പ്ലസ് നോക്കിയേ ഈ 1/2 ഉണ്ടല്ലോ, ഞാൻ ആദ്യം എഴുതിയിട്ട് 1/2 ആദ്യം എഴുതി, ബാക്കി എന്തുണ്ട് എ ഇൻറ്റു 1/2 ആദ്യം എഴുതിയിട്ട് 1/2 ഇൻറ്റു പിന്നെ എഴുതി എ ഇൻറ്റു പിന്നെ എന്തുണ്ട് sec² t/2 ഓൾ ഡിവൈഡ് ബൈ എന്താ മക്കളെ ഈ 2 നേരെ ചെയ്ത് കേട്ടോ. ഓക്കെ, ഈ 2 താഴെ എഴുതി 2 ഇൻറ്റു എന്താ ഉണ്ടാവുക ടാൻ t/2. അറിയാൻ പ്രശ്നമുണ്ടോ? ഓക്കെ, 1/2 എഴുതി, sec² t/2 എഴുതി, എ എഴുതി, താഴെ ടാൻ t/2 ഉണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിയേ dx/dt ഇസ് ഈക്വൽ ടു, എടാ ഈ രണ്ട് ടേമിലും എ അല്ലേ, എ ഞാൻ കോമൺ ആയി പുറത്തെടുത്തു, എ ഇൻറ്റു ഈ ടേമിലും എ ഉണ്ട്, ഇവിടെ എന്തുണ്ട് മക്കളെ എ ഉണ്ട്. ആ രണ്ട് ടേമിൽ ഞാൻ എന്ത് പുറത്തെടുത്തു, എ പുറത്തെടുത്തു, എ ഇൻറ്റു ബാക്കി എന്തുണ്ടാവുക മൈനസ് സൈൻ ടി പ്ലസ് ഈ sec² t/2 പറഞ്ഞാൽ മക്കൾ എന്തുണ്ടാവുക, sec² t/2 പറഞ്ഞാൽ 1/cos² t/2 അല്ലേ, സംശയം ഉണ്ടോ? ഡിവൈഡ് ബൈ നോക്കിയേ 2 ഇൻറ്റു ടാൻ t/2 എന്താ, ടാൻ t/2 എന്ന് പറഞ്ഞാൽ സൈൻ t/2 ഡിവൈഡ് ബൈ എന്താ മക്കളെ കോസ് t/2 അല്ലേ. നോക്കിയേ ഒന്നുമില്ല, എ പുറത്തെടുത്തു, ബാക്കി sec² t/2 ഉണ്ട്. sec² t/2 പറഞ്ഞാൽ 1/cos² t/2 പിന്നെ ഓൾ ഡിവൈഡ് ബൈ 2 അതേപോലെ എഴുതി. ടാൻ t/2 പറഞ്ഞാൽ മക്കളെ സൈൻ t/2 ഡിവൈഡ് ബൈ എന്താടാ കോസ് t/2 അല്ലേ. ആർക്കാൻ പ്രശ്നമുണ്ടോ? ഇത്രയും സ്റ്റെപ്പുകൾ ഓക്കെ അല്ലേ, ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ, ശരിക്കും ശ്രദ്ധിച്ചോ കേട്ടോ. ഒന്നുകൂടെ പറയാം, എ നമ്മൾ പുറത്തെടുത്തു, ബാക്കി എന്തുണ്ട് sec² t/2 ഡിവൈഡ് ബൈ 2 ടാൻ t/2 ആ. sec² t/2 പറഞ്ഞാൽ 1/cos² t/2 ഓൾ ഡിവൈഡ് ബൈ 2 ഇൻറ്റു ടാൻ t/2 പറഞ്ഞാൽ ടാൻ എക്സ് പറഞ്ഞാൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് അല്ലേ, അപ്പോൾ ടാൻ t/2 സൈൻ t/2 ഡിവൈഡ് ബൈ കോസ് t/2. എനി ഡൗട്ട്? ഇല്ല, ശ്രദ്ധിച്ചോ കേട്ടോ. ഇനിയും സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ dx/dt ഇസ് ഈക്വൽ ടു നോക്കിയേ എ ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ് ശ്രദ്ധിച്ചേട്ടോ, ഈ cos² t/2 ഒരു cos t/2 ഈ cos t/2 കട്ട് ചെയ്തൂടെ, ബാക്കി എന്തുണ്ടാവും മക്കളെ, ബാക്കി 1/ നോക്കിയേ, ബാക്കി എന്തുണ്ടാവുക 1/ ഇവിടെ 2 ഇല്ലേ, 2 ഇൻറ്റു സൈൻ t/2 cos t/2 ആവൂലേ, സൈൻ t/2 cos t/2. ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ശരിക്കും നോക്കി കേട്ടോ, cos² t/2 ഒരു cos t/2 ഈ cos t/2 കട്ടായി. പിന്നെ എന്തുണ്ട് മക്കളെ, പിന്നെ മക്കൾ നേരെ ഇവൻ ഇങ്ങോട്ടല്ലേ പോവുക, അപ്പോൾ 2 സൈൻ t/2 ഇവിടെ ഒരു cos t/2 ബാക്കിയുണ്ട്, cos² t/2 ഒരു cos t/2 ഈ cos t/2 കട്ടായ ബാക്കി എന്തുണ്ടാവുക 2 സൈൻ t/2 cos t/2 ഉണ്ടാവും. അതുകൂടെ എഴുതി 2 സൈൻ t/2 cos t/2 എഴുതി. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് വാട്ട് ഈസ് സൈൻ 2x. സൈൻ 2x എന്ന് പറഞ്ഞാൽ 2 സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് അല്ലേ. സൈനിൻ്റെ കൂടെ എന്താണോ വരുന്നത് അവൻ്റെ പകുതിയല്ലേ ഈക്വൽ ടുവിൻ്റെ റൈറ്റിൽ സൈൻ്റെയും കോസിൻ്റെയും കൂടെ വരുന്നുള്ളൂ, നേരത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞില്ലേ. അങ്ങനെയെങ്കിൽ മക്കൾ സൈൻ ടി എന്ന് പറഞ്ഞ് സൈൻ ടി ഇതേപോലെ പറ, സൈൻ ടി എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു സൈനിൻ്റെ കൂടെ ടി അല്ലേ, അപ്പോൾ അതിൻ്റെ പകുതി t/2, അപ്പോൾ 2 സൈൻ t/2 ഇൻറ്റു കോസ് t/2 ഉണ്ടാവും. സംശയമുണ്ടോ? നോക്കിയേ, ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കിയേ. 2 സൈൻ t/2 കോസ് t/2ക്ക് പകരം എനിക്ക് എന്ത് ചെയ്താം സൈൻ ടി എഴുതി കൂടെ. ആർക്കും പ്രശ്നമുണ്ടോ? അപ്പോൾ എന്തായി മക്കളെ, dx/dt ഈസ് ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ് 1/2 സൈൻ t/2 കോസ് t/2ക്ക് പകരം എനിക്ക് എന്ത് ചെയ്താൽ മക്കളെ സൈൻ ടി എഴുതിക്കോട്ടെ. പെർഫെക്റ്റ്. എനി ഡൗട്ട്? ഓക്കെ,
അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഇവനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻറ്റു നോക്കിയ സൈൻ ടി ഇൻറ്റു മൈനസ് സൈൻ ടി എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ സ്ക്വയർ ടി പ്ലസ് 1 ഇവിടെ ഉണ്ട്. ഓൾ ഡിവൈഡ് ബൈ എന്താ മക്കളെ സൈൻ ടി അല്ലേ? സംശയം ഉണ്ടോ? ഇല്ല. അപ്പം എന്തായി നോക്കിയേ, ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു നോക്കിയേ 1 മൈനസ് സൈൻ സ്ക്വയർ ടി. നമുക്കറിയാം സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി 1 അല്ലേ? അപ്പൊ നോക്കിയേ 1 മൈനസ് സൈൻ സ്ക്വയർ ടി എന്ന് പറഞ്ഞാൽ 1 മൈനസ് സൈൻ സ്ക്വയർ ടി എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? കോസ് സ്ക്വയർ ടി അല്ലേ ഉണ്ടാവുള്ളൂ? സംശയം ഉണ്ടോ? സംശയം ഉണ്ടോ? ഇല്ല. അപ്പം എന്തായി നോക്കിയേ, എ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ ടി. നോക്കിയേ 1 മൈനസ് സൈൻ സ്ക്വയർ ടി എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ ടി ഡിവൈഡ് ബൈ എന്താ മക്കളെ സൈൻ ടി. ഞാൻ വീണ്ടും സ്റ്റെപ്പ് ലോങ് ആയിട്ട് എഴുതുന്നില്ല. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം എന്തായി മക്കളെ, ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു കോസ് സ്ക്വയർ ടി ബൈ സൈൻ ടി എന്ന് കിട്ടി. നമുക്ക് ഡി എക്സ് ബൈ ഡി ടിയും കിട്ടിയിട്ടുണ്ട്, ഡി വൈ ബൈ ഡി ടിയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാണേണ്ട ക്വാണ്ടിറ്റി എന്താ മക്കളെ? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി. വാട്ട് ഈസ് ഡി വൈ ബൈ ഡി ടി? എ കോസ് ടി, എ കോസ് ടി ഓൾ ഡിവൈഡ് ബൈ വാട്ട് ഈസ് ഡി എക്സ് ബൈ ഡി ടി? ഡി എക്സ് ബൈ ഡി ടി എന്താടാ? ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു കോസ് സ്ക്വയർ ടി ഡിവൈഡ് ബൈ എന്താടാ സൈൻ ടി അല്ലേ? സംശയം ഉണ്ടോ? നോക്കിയേ, ഈ എയും കട്ട് ചെയ്തൂടെ? ഈ കോസ് ടിയും കോസ് സ്ക്വയർ ടിയിൽ ഒരു കോസ് ടിയും കട്ട് ചെയ്തൂടെ? അപ്പോൾ ഈ സൈൻ ടി മേപ്പോട്ട് പോയാൽ ബാക്കി എന്തുണ്ടാവും മക്കളെ? ബാക്കി ഈ സൈൻ ടി മേപ്പോട്ട് പോയാൽ സൈൻ ടി ഡിവൈഡഡ് ബൈ ഇവിടെ എന്തുണ്ട്? കോസ് സ്ക്വയർ ടിയിലെ ഒരു കോസ് ടി ബാക്കിയില്ലേ? നോക്കിയേ, കോസ് ടിയും ഈ കോസ് സ്ക്വയർ ടിയിലെ ഒരു കോസ് ടിയും കട്ടായിപ്പോയ ബാക്കി എന്തുണ്ടാവും? കോസ് ടി ഉണ്ടാവും. അപ്പോൾ സൈൻ ടി ബൈ കോസ് ടി എന്താ മക്കളെ? ടാൻ ടി ഇസ് ദ ആൻസർ. എളുപ്പമല്ലേ? സ്ഥലത്തിൻ്റെ കുറച്ച് പരിമിതി ഉണ്ട്, അപ്പുറത്ത് എഴുതിയാൽ ക്യാമറ കാണൂല കേട്ടോ. അപ്പോൾ പെർഫെക്റ്റ് അല്ലേ? സംശയങ്ങളൊന്നും ഇല്ലല്ലോ? ശരിക്കും ശ്രദ്ധിച്ചോട്ടോ. ഒന്നുകൂടെ പറയാം, ഇവിടെ നിന്നിട്ട് ഒന്നുകൂടെ പറയാം. ഓക്കെ, ഡി എക്സ് ബൈ ഡി ടി is equal to എ ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ് 1/2 സൈൻ ടി ബൈ 2 കോസ് ടി ബൈ 2 ആണ്. അപ്പോൾ 2 സൈൻ ടി ബൈ 2 കോസ് ടി ബൈ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? സൈൻ ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡി എക്സ് ബൈ ഡി ടി is equal to എ ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ് 1/2 സൈൻ ടി ബൈ 2 കോസ് ടി ബൈ 2 പകരം എന്ത് എഴുതി? സൈൻ ടി എഴുതി. എന്നിട്ട് ഇവൻ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയേ, ഡി എക്സ് ബൈ ഡി ടി is equal to എ ഇൻറ്റു സൈൻ ടി ഇൻറ്റു മൈനസ് സൈൻ ടി പറഞ്ഞാൽ മൈനസ് സൈൻ സ്ക്വയർ ടി, പിന്നെ ഇവിടെ +1 ഓൾ ഡിവൈഡ് ബൈ എന്താ മക്കളെ? സൈൻ ടി കിട്ടി. അപ്പോൾ നോക്കിയേ, 1 മൈനസ് സൈൻ സ്ക്വയർ ടി, 1 മൈനസ് സൈൻ സ്ക്വയർ ടി എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ ടി ഡിവൈഡ് ബൈ എന്താടാ? സൈൻ ടി എഴുതി. അപ്പോൾ നമുക്ക് ഡി എക്സ് ബൈ ഡി ടിയും കിട്ടിയിട്ടുണ്ട്. നോക്കിയേ, ഇവിടെ ഡി വൈ ബൈ ഡി ടിയും കിട്ടിയിട്ടുണ്ട്. നോക്കിയേ, നമുക്ക് എന്ത് കാണണം? ഡി വൈ ബൈ ഡി എക്സ് കാണണം. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഡി വൈ ബൈ ഡി ടി ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ആണ്. വാട്ട് ഈസ് ഡി വൈ ബൈ ഡി ടി? നമ്മളെ കയ്യിലുണ്ട്, എ കോസ് ടി എഴുതി, ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ഡി എക്സ് ബൈ ഡി ടി? ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഡി എക്സ് ബൈ ഡി ടി is equal to എ ഇൻറ്റു കോസ് സ്ക്വയർ ടി ഡിവൈഡ് ബൈ സൈൻ ടി. എയും കട്ടായി, കോസ് സ്ക്വയർ ടിയിലെ ഒരു കോസ് ടിയും ഈ കോസ് ടിയും കട്ടായി. നോക്കിയേ, നമുക്കറിയാം, നോക്കിയേ 1/1/2 എന്താ? 2 മേപ്പോട്ട് പോകൂലേ? അതേ ഒരു കോൺസെപ്റ്റാണ്. 1/1 സൈൻ ടി എന്ന് പറഞ്ഞാൽ ഈ താഴത്തെ സൈൻ ടി മേപ്പോട്ട് പോകും. അപ്പോൾ സൈൻ ടി ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ ടിയിൽ ഒരു കോസ് ടി കട്ടായി, ബാക്കി ഒരു കോസ് ടി ഉണ്ടാവും. അപ്പോൾ സൈൻ ടി ബൈ കോസ് ടി ആയി. അത് മക്കളെ ടാൻ ടി ആണ്. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? നോക്കിയേ, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ടാൻ ടി എന്ന് പ്രൂവ് ചെയ്യണ്ടേ? അതല്ലേ പ്രൂവ് ചെയ്തത്? എളുപ്പമല്ലേ? നല്ല പ്രോബ്ലംസ് ഇങ്ങനെ സെലക്ട് ചെയ്ത് ചെയ്യാം കേട്ടോ. എളുപ്പമല്ലേ പ്രോബ്ലംസ്? എന്തായാലും കഴിയും. നമുക്ക് അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ലെവലിലെ പ്രോബ്ലംസ് ഇങ്ങനെ ഒരുപാട് ചെയ്ത് പോകട്ടോ. അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പലതവണ എക്സാമിന് 4ഉം 3 മാർക്കിനൊക്കെ ചോദിച്ചാണ്. നെക്സ്റ്റ് പ്രോബ്ലം അവർ പറയുന്നത് എന്താ ചോദിച്ചാൽ, എക്സ് is equal to root of a raised to sin inverse t and y is equal to root of a raised to cos inverse t. x എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി ആൻഡ് y is equal to root of a raised to cos inverse t. Then show that
dy/dx is equal to minus y/x എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. dy/dx equal to minus y/x എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. എളുപ്പമാണ്. ഓക്കെ, എളുപ്പമല്ല, അത്യാവശ്യം പ്രയാസം ഉണ്ടാവും കേട്ടോ, അത്യാവശ്യം പ്രയാസം ഉണ്ടാവും. നമുക്ക് നോക്കാം. ഓക്കെ, x in terms of t, sin inverse t, a raised to sin inverse t, y is equal to root of a raised to cos inverse t, x ഉം y ഉം in terms of t യിലാണ്. അപ്പോൾ നമുക്ക് dy/dx കാണണം. x ഉം y ഉം in terms of t യിൽ തന്നിട്ട് dy/dx കാണാൻ പറഞ്ഞാൽ നമുക്ക് ആകെ അറിയാവുന്ന ക്വാണ്ടിറ്റി dy/dx എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? dy/dt ഡിവൈഡ് ബൈ dx/dt ആണ്. ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ആൻസർ ചെയ്യുന്നു. സംശയം ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളെ കയ്യിൽ ഉള്ള ക്വാണ്ടിറ്റി എന്താ? x is equal to root of a raised to sin inverse t. ഇവനെ വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് dx/dt കിട്ടും. ഇനി വൈനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് dy/dt കിട്ടും. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇവിടുത്തെ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യാൻ പോകട്ടോ. എളുപ്പത്തിന് വേണ്ടി പ്രോബ്ലം എളുപ്പത്തിന് വേണ്ടി ഞാൻ ഈ റൂട്ട് ഒഴിവാക്കാം. റൂട്ട് ഉണ്ടെങ്കിൽ നോക്കിയാൽ 1/2 റൂട്ട് ഓഫ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉണ്ടാകും. അങ്ങനെ ചെയ്താലും ആൻസർ കിട്ടൂല എന്നല്ല, പക്ഷേ സ്റ്റെപ്പുകൾ കൂടും. അപ്പോൾ ആ ഒരു ഡിഫിക്കൽട്ടി ഞാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്ക്വയർ ചെയ്തു. അപ്പോൾ എന്താ ഉണ്ടാവുക? എക്സ് സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ടും സ്ക്വയറും പരസ്പരം ക്യാൻസൽ ആവില്ലേ? ബാക്കി എന്താ ഉണ്ടാവുക? എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി എന്നുണ്ടാവും. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ശരിക്കും ശ്രദ്ധിച്ചോട്ടോ, ഞാൻ പലതവണ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടെ പറയാം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എന്താണ്? ഡെറിവേറ്റീവ് എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് എക്സ് എന്ന് പറഞ്ഞാൽ 2x അല്ലേ? ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 2y ആ. എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് എക്സ് 2x ആണെങ്കിൽ വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് വൈ 2y ആയിരിക്കും. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ മക്കളെ? പറഞ്ഞിട്ടുണ്ട്. ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ ആണെങ്കിൽ അത് എക്സ് സ്ക്വയർ മോഡലാണ്. ഡെറിവേറ്റീവ് എക്സ് സ്ക്വയർ 2x ആ. ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ എന്താ? 2y മാത്രം ഉണ്ടാവുള്ളൂ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആയിരുന്നുവെങ്കിൽ 2y മാത്രം ഉണ്ടാവുള്ളൂ. പക്ഷേ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആ. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് ഒരു എക്സ്ട്രാ എന്തുണ്ടാവും? ഇൻറ്റു. എടാ, എക്സിന് പകരം എന്താ വന്നത്? വൈ അല്ലേ? അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒരു മൾട്ടിപ്ലിക്കേഷൻ വേണ്ടേ? എക്സിന് പകരം എന്താണോ വന്നത് അവൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ചെയ്യണം. ഇവിടെ എക്സിന് പകരം വൈ ആ വന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ്? dy/dx ആണ്. സംശയം ഉണ്ടോ? ഇല്ല. അപ്പോൾ നോക്കിയേ, ഇതേപോലെ മക്കൾ പറ, d/dy ഓഫ് എക്സ് സ്ക്വയർ എന്താ? ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വൈ അല്ലേ മക്കൾ ഡിഫറൻസിയേഷൻ? d/dy ഓഫ് എക്സ് സ്ക്വയർ ആണെങ്കിൽ 2x മാത്രം. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ 2x മാത്രം ഉണ്ടാവുള്ളൂ. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വൈ അല്ലേ? വിത്ത് റെസ്പെക്ട് ടു വൈ ആയതുകൊണ്ട് ഇൻറ്റു എന്താ മക്കളെ? dx/dy ഉണ്ടാവും. ഓക്കെ, അങ്ങനെയെങ്കിൽ മക്കൾ പറ, ഡെറിവേറ്റീവ് ഓഫ് d/dt ഓഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്തായിരിക്കും? d/dy ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2x ഇൻറ്റു dx/dy. d/dx ഓഫ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2y ഇൻറ്റു dy/dx. d/dt ഓഫ് എക്സ് സ്ക്വയർ ഇതേപോലെ പറഞ്ഞേ 2x ഇൻറ്റു ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടി അല്ലേ? അപ്പോൾ എന്ത് വേണം? dx/dt വേണം. അറിയാൻ പ്രശ്നം ഉണ്ടാവും? പെർഫെക്റ്റ് അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ. ഈ ഒരു കമ്പാരിസൺ, ഈ ഒരു കോൺസെപ്റ്റ് മക്കൾ എപ്പോഴും മനസ്സിലാക്കണം. പല കുട്ടികളും മനസ്സിലാക്കാൻ പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. നോക്കിയേ, ഡെറിവേറ്റീവ് ഓഫ് d/dy ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2x മാത്രം എഴുതും. ഇൻറ്റു എന്തുണ്ടാവില്ല? dx/dy പല കുട്ടികളും എഴുതാൻ മറക്കും. അങ്ങനെ മറക്കരുത്. dx ഓഫ് എക്സ് സ്ക്വയർ ആണ് 2x. d/dy ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2x ഇൻറ്റു dx/dy. d/dt ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2x ഇൻറ്റു dx/dt. ഈ ക്വാണ്ടിറ്റികൾ ആരും മറക്കരുത്. അപ്പോൾ വേരിയബിൾ ഓഫ് ഡിഫറൻസിയേഷൻ, ആ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു ആ വേരിയബിൾ മനസ്സിലാക്കണേ. വിത്ത് റെസ്പെക്ട് ടു വൈ ആണെങ്കിൽ ഇവിടെ y അല്ലെങ്കിൽ എന്താ വേണം? ഒരു dx/dy വേണം. വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്,
ഫംഗ്ഷനും വയ്യ വിത്ത് റെസ്പെക്റ്റും വയ്യ. അപ്പൊ എന്ത് മാത്രം മതി? 2y മാത്രം മതി. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഫംഗ്ഷനും എക്സില്ല, അപ്പൊ എന്ത് മാത്രം മതി? 2x മാത്രം മതി. ഇതും ഡിഫറൻസ്. ആ ഫംഗ്ഷനും വിത്ത് റെസ്പെക്ട് ടു എന്താണോ അതും ഡിഫറെൻ്റ് ആണെങ്കിൽ ഒരു എക്സ്ട്രാ എന്തുണ്ടാവും? dy/dx ഉണ്ടാവും. വിത്ത് റെസ്പെക്ട് എക്സ് ആണെങ്കിൽ, വിത്ത് റെസ്പെക്ട് ടു ടി ആണെങ്കിൽ എന്താ മക്കളെ? ഇവിടെ ഫംഗ്ഷൻ എക്സിലായതുകൊണ്ട് dx/dt ഉണ്ടാവും. ഇവിടെ മക്കളെ വിത്ത് റെസ്പെക്ട് ടു y ആണ്, ഇവിടെ ഫംഗ്ഷൻ എക്സിലായതുകൊണ്ട് ഒരു എക്സ്ട്രാ എന്തുണ്ടാവും? dx/dy ഉണ്ടാകും. മറക്കരുത് കേട്ടോ, ഞാൻ പലതവണ വീണ്ടും പറയാണ്. അങ്ങനെ പറയാം, അങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം പല കുട്ടികളും മറക്കുന്ന കാര്യമാണ്. ഇനി ഞാൻ ആവർത്തിക്കൂല കേട്ടോ. ഓക്കെ, ഒരുപാട് ഞാൻ പ്രോബ്ലത്തിൽ ഇതേ കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചേട്ടോ. അപ്പോൾ നോക്കിയേ, x² = a റേസ് ടു സൈൻ ഇൻവേഴ്സ് t കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് കാണണം? dx/dt വേണം, dy/dt വേണം. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഇവനെ വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യട്ടോ. ഡെറിവേറ്റീവ് ഓഫ് x² വിത്ത് റെസ്പെക്ട് ടു ടി എന്താ മക്കളെ? 2x ഇൻറ്റു എന്തുണ്ടാവും? dx/dt ഉണ്ടാവും. ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വായിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നോക്കിയേ, 2x ഇൻറ്റു dx/dt ഉണ്ടാവും. സംശയമില്ലല്ലോ. ഇസ് ഈക്വൽ ടു നോക്കി നമ്മൾ ഇവനെ വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കേട്ടോ. ഡെറിവേറ്റീവ് ഓഫ് a റേസ് ടു സൈൻ ഇൻവേഴ്സ് t എന്താ? എടാ ഡെറിവേറ്റീവ് ഓഫ് a റേസ് ടു x എന്താ? ഡെറിവേറ്റീവ് ഓഫ് a റേസ് ടു x എന്ന് പറഞ്ഞാൽ a റേസ് ടു x ഇൻറ്റു log a ആണ്. അപ്പോൾ a റേസ് ടു സൈൻ ഇൻവേഴ്സ് t എന്താ? a റേസ് ടു സൈൻ ഇൻവേഴ്സ് t ഇൻറ്റു log a ഇൻറ്റു മക്കളെ ടിക്ക് പകരം വിത്ത് റെസ്പെക്ട് ടു ടി അല്ല നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടിക്ക് പകരം എന്താണോ വന്നത് അവൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ചെയ്യണ്ടേ മക്കളെ? ടിക്ക് പകരം സൈൻ ഇൻവേഴ്സ് ടി അല്ലേ? ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് ടി പറ. ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് ടി എന്ന് പറഞ്ഞാൽ 1/√1 - t² ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ 1/√1 - x². ഇവിടെ എക്സിന് പകരം ടി ആ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് ടി എന്ന് പറഞ്ഞാൽ 1/√1 - t². എനി ഡൗട്ട്? ഇല്ല. അപ്പോൾ എന്തായി മക്കൾ പറ? 2x ഇൻറ്റു dx/dt ഈക്വൽ ടു നോക്കിയേ a റേസ് ടു സൈൻ ഇൻവേഴ്സ് t ഇൻറ്റു log a ഇൻറ്റു 1/√1 - t² കിട്ടി. സംശയം ഉണ്ടോ? പെർഫെക്റ്റ് ആണോ? എനി ഡൗട്ട്? ഇല്ല. അതേപോലെ മക്കളെ പറ, നമുക്ക് dy/dt കാണണം. ഇവനെ സ്ക്വയർ ചെയ്യും. y is equal to എന്താടാ? √a റേസ് ടു കോസ് ഇൻവേഴ്സ് t ആണ്. സ്ക്വയർ ചെയ്യുമ്പോൾ y² is equal to a റേസ് ടു കോസ് ഇൻവേഴ്സ് t എന്ന് കിട്ടും. ഇവിടെ സ്ക്വയറും റൂട്ടും പരസ്പരം ക്യാൻസൽ ആവും. നമുക്ക് dy/dt ആണ് ആവശ്യം. അപ്പോൾ y² എങ്ങനെ dy/dt കിട്ടുമോ വെച്ചാൽ ഇവനെ വിത്ത് റെസ്പെക്ട് ടു t കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡെറിവേറ്റീവ് ഓഫ് x² വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറഞ്ഞാൽ 2x ഇൻറ്റു dx/dt ആ. അങ്ങനെയെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് y² വിത്ത് റെസ്പെക്ട് ടു ടി മക്കൾ പറഞ്ഞേ 2y ഇൻറ്റു എന്തുണ്ടാവും? dy/dt ഇസ് ഈക്വൽ ടു ഇവിടെ a റേസ് ടു t മോഡലാ മക്കളെ. ടി എന്ന് പറയാൻ കാരണം വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആവുമ്പോൾ a റേസ് ടു x എന്ന് പറഞ്ഞാൽ a റേസ് ടു x ഇൻറ്റു log a. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. അപ്പോൾ നോക്കിയേ ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് a റേസ് ടു കോസ് ഇൻവേഴ്സ് t എന്ന് പറഞ്ഞാൽ a റേസ് ടു കോസ് ഇൻവേഴ്സ് t ഇൻറ്റു log a ഇൻറ്റു എടാ ടിക്ക് പകരം a റേസ് ടു t ആണ് വേണ്ടിയിരുന്നത്. ടിക്ക് പകരം കോസ് ഇൻവേഴ്സ് t അല്ലേ? അപ്പോൾ ടിക്ക് പകരം എന്താണോ വന്നത് അവൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് കോസ് ഇൻവേഴ്സ് t വിത്ത് റെസ്പെക്ട് ടു t എന്ന് പറഞ്ഞാൽ -1/√1 - t² ആണ്. സംശയം ഉണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെറിവേറ്റീവ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ -1/√1 - x² ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് കോസ് ഇൻവേഴ്സ് ടിയോ എക്സിന് പകരം ടി ആയി ആ മാറ്റുള്ളൂ. അപ്പോൾ -1/√1 - t². സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്താ മക്കളെ പറ? 2y ഇൻറ്റു dy/dt ഇസ് ഈക്വൽ ടു നോക്കിയേ ഇവിടെ പ്ലസും മൈനസും വന്നാൽ മൈനസ് അല്ലേ? അപ്പോൾ ടോട്ടലി മൈനസ് എന്താ ഉണ്ടാവുക? a റേസ് ടു കോസ് ഇൻവേഴ്സ് t ഇൻറ്റു log a ഇൻറ്റു എന്താ 1/√1
1 മൈനസ് ടി സ്ക്വയർ. ഓക്കെ എടാ ഇങ്ങോട്ട് നോക്കട്ടോ, ഇതിലേക്ക് നോക്കണേ, ശരിക്കും ശ്രദ്ധിച്ചേട്ടോ. 2x ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി? എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ അല്ലേ? അപ്പോൾ എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടിക്ക് പറഞ്ഞിട്ട് എന്ത് ചെയ്താം? എക്സ് സ്ക്വയർ ഇൻറ്റു ലോഗ് എ ഇൻറ്റു 1 ലോഗ് എ ഓൾ ഡിവൈഡ് ബൈ എന്താ മക്കളെ? റൂട്ട് ഓഫ് 1 മൈനസ് ടി സ്ക്വയർ എന്ന് കിട്ടിയില്ലേ? ഒന്നുമില്ല, എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്, അവൻ്റെ വാല്യൂ കൊടുത്തു. അതേപോലെ ഇവിടെയും കൊടുക്കാൻ പോവാണേ. 2y ഇൻറ്റു ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ നോക്കിയേ, മൈനസ് എ ഇൻറ്റു സോറി ഇവിടെ എ റൈസ് ടു ഇല്ലടാ, വെരി ഓക്കെ, മൈനസ് എ റൈസ് ടു ആട്ടോ മക്കളെ, റൈസ് ടു ആണ്, മാറല്ലേ, എ റൈസ് ടു ആണ്. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ എന്തുണ്ടാവുക നോക്കിയേ, മൈനസ് ഇവിടെ ഇട്ടു കേട്ടോ, മൈനസ് ഇവിടെ ഇട്ടു. വാട്ട് ഈസ് എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി? എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ അല്ലേ? വൈ സ്ക്വയർ ഇൻറ്റു ലോഗ് എ ഇൻറ്റു 1 ലോഗ് എ ഓൾ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ടി സ്ക്വയർ. അപ്പോൾ ഇവിടുന്ന് ഡി വൈ ബൈ ഡി ടി എന്താടാ? ഡി വൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഈ 2y ഇങ്ങോട്ട് ബൈ ആവൂലേ? അപ്പോൾ എന്താണ്ടാവുക? മൈനസ് വൈ സ്ക്വയർ ലോഗ് എ ഡിവൈഡ് ബൈ 2y ഇങ്ങോട്ട് പോയാൽ 2y ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് ടി സ്ക്വയർ കിട്ടും. സംശയം ഉണ്ടോ? ഇല്ല. അതേപോലെ മക്കളെ ഇവിടെ നോക്കിട്ടോ, ഇവിടുന്ന് നമുക്ക് 2x ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ലോഗ് എ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ടി സ്ക്വയർ അല്ലേ? അപ്പോൾ ഈ 2x ഇങ്ങോട്ട് വന്നാൽ ബൈ 2x ആവൂലേ? അപ്പോൾ എന്ത് ബാക്കിയാവും? ഡി എക്സ് ബൈ ഡി ടി ബാക്കിയാവും. അപ്പോൾ പറ, ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക? ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു നോക്കിയേ, എക്സ് സ്ക്വയർ ലോഗ് എ ഡിവൈഡ് ബൈ 2x ഇങ്ങോട്ട് വന്നില്ലേ? അപ്പോൾ എന്തുണ്ടാവുക? 2x ഇൻറ്റു ഇവിടെ ബാക്കി എന്താ ഉള്ളത്? റൂട്ട് ഓഫ് 1 മൈനസ് ടി സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡി വൈ ബൈ ഡി ടിയും കിട്ടി, ഡി എക്സ് ബൈ ഡി ടിയും കിട്ടി. നമുക്ക് എന്താ കാണേണ്ടത്? ഡി വൈ ബൈ ഡി എക്സ് ആണ് കാണേണ്ടത്. നമുക്കറിയാം വാട്ട് ഈസ് ഡി വൈ ബൈ ഡി എക്സ്? ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി ടി ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ആണ്. വാട്ട് ഈസ് ഡി വൈ ബൈ ഡി ടി? ഡി വൈ ബൈ ഡി ടി കയ്യിലുണ്ട്, നേരെ സബ് ചെയ്യാം. ഞാൻ വീണ്ടും ഡി വൈ ബൈ ഡി ടി ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി എഴുതുന്നില്ല, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. ശരിക്കും ശ്രദ്ധിക്കണേ, അത്യാവശ്യം സ്റ്റെപ്പ് കൂടുതലാണ്. ഓക്കെ ഓക്കെ ഒരു മിനിറ്റേ. വാട്ട് ഈസ് ഡി വൈ ബൈ ഡി എക്സ്? ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി ടി ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. വാട്ട് ഈസ് ഡി വൈ ബൈ ഡി ടി? ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞ നേരെ സബ് ചെയ്യാണ്, മൈനസ് വൈ സ്ക്വയർ ലോഗ് എ ഡിവൈഡ് ബൈ 2y ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് ടി സ്ക്വയർ ഓൾ ഡിവൈഡ് ബൈ ശരിക്കും ശ്രദ്ധിച്ചോട്ടോ, ഓൾ ഡിവൈഡ് ബൈ വാട്ട് ഈസ് ഡി എക്സ് ബൈ ഡി ടി? ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ പറ, എക്സ് സ്ക്വയർ ലോഗ് എ ഡിവൈഡ് ബൈ ഓക്കെ, ഡി എക്സ് ബൈ ഡി ടി എന്താ? എക്സ് സ്ക്വയർ ലോഗ് എ ഡിവൈഡ് ബൈ 2x ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് ടി സ്ക്വയർ. ഒന്നുമില്ല, ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി ടി ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ആണ്. ഡി വൈ ബൈ ഡി ടിൻ്റെ വാല്യൂ കൊടുത്തു, ഡി എക്സ് ബൈ ഡി ടിൻ്റെ വാല്യൂ കൊടുത്തു, അത് നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്തുണ്ടാവും നോക്കിയേ, ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് എ കട്ട് ചെയ്തൂടെ, റൂട്ട് ഓഫ് 1 മൈനസ് ടി സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് ടി സ്ക്വയർ കട്ട് ചെയ്തൂടെ? സംശയം ഉണ്ടോ? നോക്കിയേ, ഈ വൈ സ്ക്വയറിലെ ഒരു വൈയും ഈ വൈയും കട്ട് ചെയ്തൂടെ? ഈ എക്സ് സ്ക്വയറിലെ ഒരു എക്സും ഈ എക്സും കട്ട് ചെയ്തൂടെ? ഈ 2ഉം കട്ട് ചെയ്തൂടെ? ബാക്കി എന്തുണ്ടാവുക? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ബാക്കി ഇവിടെ മൈനസ്, ഇവിടെ വൈ ഉണ്ടാവും, ഓൾ ഡിവൈഡ് ബൈ ഇവിടെ എന്തുണ്ടാവും? ഒരു എക്സും ഉണ്ട്. നോക്കിയേ, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ് എന്ന് പ്രൂവ് ചെയ്യണം. സ്ക്വയർ ചെയ്തിട്ട് ഇത്ര സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ സ്ക്വയർ ചെയ്യാതിരുന്നാൽ ഇതിലേക്കാട്ടും നോക്കി, സ്ക്വയർ ചെയ്യാണ്ടിരുന്നാൽ ഇതിനേക്കാളും സ്റ്റെപ്പുകൾ കൂടും, 4 ആൻസർ കിട്ടും. ഓരോ സ്റ്റെപ്പുകളും ശരിക്കും മനസ്സിലാക്കുക കേട്ടോ. നോക്കിയേ, ഡി എക്സ് ബൈ ഡി ടി കയ്യിലുണ്ട്, ഡി വൈ ബൈ ഡി ടിയും കയ്യിലുണ്ട്. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി ടി ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ആണ്. ഈ രണ്ട് വാല്യൂ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു,
കട്ടായിപ്പോയി. അപ്പോൾ dy/dx -y/x. അത്യാവശ്യം ഡിഫിക്കൽട്ടിയാണ്, എന്നിരുന്നാലും ശരിക്കും മനസ്സിലാക്കുക. ഓക്കെ, എക്സാമിന് ചോദിക്കലുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ലെവലിലെ പ്രോബ്ലം മാത്രം ഇങ്ങനെ ചെയ്ത് പോവുക. എളുപ്പം ഏത് കുട്ടിയെ കൊണ്ടും പറ്റും. ശരിക്കും കോൺസെപ്റ്റ് കിട്ടിയാൽ എളുപ്പമുള്ള പ്രോബ്ലം ഈ സമയം കളയാണ്ട് ഡിഫിക്കൽട്ടി പ്രോബ്ലം ചെയ്ത് പഠിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പമൊക്കെ നമ്മൾ ഇൻബിൽട്ടായി ഇങ്ങനെ പഠിച്ചു പോകും. എളുപ്പമുള്ള മാത്രം പഠിച്ചാൽ നമുക്ക് ഡിഫിക്കൽട്ടി വന്നാൽ ഒരിക്കലും നമുക്കത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ഞാൻ A to Z വരെ പറഞ്ഞിട്ടുണ്ട് ഈ സെക്ഷനിൽ. ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻസ് ഇൻ പാരാമെട്രിക് ഫോംസ് എല്ലാ ഡിഫിക്കൽട്ടി പ്രോബ്ലം ചോദിക്കുന്ന എല്ലാ ഡിഫിക്കൽട്ടി പ്രോബ്ലം ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, ചെയ്ത പ്രോബ്ലം തന്നെ വീണ്ടും ചെയ്യുക. NCERT എടുത്ത് പഠിക്കുക. ഡൗട്ടുകളുണ്ടാവും, ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യും. ഇതിനുള്ള അവസരങ്ങൾ ഒരുക്കി തരും. ഓക്കെ, താങ്ക് യു.